ലയോ 14 പാപ്പ കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായ സാഹചര്യത്തിൽ ലയോ 13 പാപ്പ രചിച്ച സാമൂഹിക ചാക്രിക ലേഖനമായ റേരും നോവാരും വിവിധ തലങ്ങളിൽ ഏറെ ചർച്ചയാകുന്നു. 1891 മെയ് 15 പ്രസിദ്ധീകരിച്ചത്. 134 വർഷങ്ങൾക്ക് മുൻപ് ലയോ 13 പാപ്പ പ്രസിദ്ധീകരിച്ച ചാക്രിക ലേഖനത്തിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ കത്തോലിക്കാ സഭാ തലവൻ ലയോ 14 പാപ്പ ആണെന്നത് മറ്റൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമായി കാണാം. കത്തോലിക്കാ സഭയുടെ 267 പരമാധ്യക്ഷനായി അമേരിക്കൻ വംശജനായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റിനെ കർദിനാൾമാരുടെ കോൺക്ലേവ് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ തെരഞ്ഞെടുത്തപ്പോൾ ആകാംക്ഷയോടെ വിശ്വാസികൾ കാത്തിരുന്നത് അദ്ദേഹത്തിന്റെ പേര് എന്തായിരിക്കുമെന്നാണ്. കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് ലയോ 14 എന്ന പേര് തിരഞ്ഞെടുത്തത് മുൻ പാപ്പായുടെ വിശുദ്ധിയുടെ നേർസാക്ഷ്യം കൂടിയാണ്. സഭയുടെ സാമൂഹ്യ സിദ്ധാന്തങ്ങൾക്ക് അടിത്തറ പാകിയ സുപ്രധാന രേഖയായിരുന്ന ലയോ 13 പാപ്പായുടെ റേരും നൊവാരും ലയോ 14 പാപ്പയെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. തൊഴിൽ, ശമ്പളം, സ്വകാര്യ സ്വത്തുക്കൾ, പുതിയ പ്രത്യയ ശാസ്ത്രങ്ങൾ, തൊഴിലാളികളുടെ അവകാശങ്ങൾ, കുടുംബങ്ങളുടെ അവകാശങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങളെ വിശകലനം ചെയ്ത് ലയോ 13 പാപ്പ സാമൂഹ്യ സാമ്പത്തിക മേഖലകളിൽ നീതി ഉറപ്പാക്കുവാൻ സഭയ്ക്കുള്ള ഉത്തരവാദിത്വത്തെ എടുത്തു കാണിച്ചു. ലയോ 13 തുടക്കം കുറിച്ച വിപ്ലവാത്മകമായ ആശയങ്ങളെ തുടർന്ന് വന്ന വിവിധ പരിശുദ്ധ പിതാക്കന്മാർ പിന്താങ്ങിയിട്ടുണ്ട്. 11 പിയൂസ് പാപ്പായുടെ ക്വദ്രജെസിമൂസ് ആനോ, ജോൺ 23 പാപ്പായുടെ മാത്തർ എത് മജിസ്ത്ര പാച്ചേം ഇൻ തെറിസ്, 2 വത്തിക്കാൻ സൂനകദോസിന്റെ ഗൗദിയം എത് സ്പേസ്, പോൾ 6 പാപ്പായുടെ പോപ്പുലോരും പ്രോഗ്രസിയോ, ജോൺ പോൾ 2 പാപ്പായുടെ ലബോരോം എക്സർജൻസ്, സൊള്ളിച്ചിത്തുദോ റെയ്സോ ചാലിസ്, ചെന്തസിമൂസ് ആനൂസ്, ബെനഡിക്ട് 16 പാപ്പായുടെ കാരിത്താസ് ഇൻ വെരിത്താതെ, ഫ്രാൻസിസ് പാപ്പായുടെ ലൗദാത്തോ സി എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. റേരും നൊവാരും ചാക്രിക ലേഖനം വ്യാവസായിക വിപ്ലവത്തോടെ സംഭവിച്ചുകൊണ്ടിരുന്ന വെല്ലുവിളികളെയും സാമൂഹിക മാറ്റങ്ങളെയും വിശകലനം ചെയ്ത് ഭാവിയിൽ ഉടലെടുത്തേക്കാവുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി കാണുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. ആദ്യ ചരിത്ര സന്ദർഭം വ്യാവസായിക വിപ്ലവം തന്നെയാണ്. ഫാക്ടറികൾ, നഗരവൽക്കരണം എന്നിവ അഭൂതപൂർവമായ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്നപ്പോൾ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത് പാവപ്പെട്ട തൊഴിലാളികൾക്കായിരുന്നു. ഏറെ കഠിനമായ ജോലികൾ, നീണ്ട തൊഴിൽ മണിക്കൂറുകൾ, കുറഞ്ഞ വേതനം, അസ്ഥിരമായ ജീവിത സാഹചര്യങ്ങൾ എന്നിവ മനുഷ്യജീവിതത്തിൽ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു. മനുഷ്യന്റെ വിലാപം യന്ത്രങ്ങളുടെ ശബ്ദങ്ങളിൽ മുങ്ങിയപ്പോൾ ആർക്കും അവരെ കേൾക്കുവാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ലയോ 13 പാപ്പ സഭയുടെ സാമൂഹ്യ ബോധത്തെ ഉണർത്താൻ ഈ ചാക്രിക ലേഖനം രചിക്കുന്നത്. മറ്റൊരു ചരിത്ര പശ്ചാത്തലം സോഷ്യലിസത്തിന്റെ ഉദയമാണ്. സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ മുതലാളിത്തത്തിന് ബദൽ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചപ്പോൾ അവർ അതിന്റെ കൂടെ നിരീശ്വരവാദ ദർശനത്തെയും സ്വകാര്യ സ്വത്തിനോടുള്ള നിരാകരണത്തെയും പ്രോത്സാഹിപ്പിക്കുവാൻ ശ്രമിച്ചു. പാവങ്ങളായ തൊഴിലാളികൾ ആശയങ്ങളുടെ പിന്നാലെ പോയപ്പോൾ പിന്നീട് അവർക്ക് മനസ്സിലായി അവരുടെ വിശ്വാസവും ജീവിതത്തിന്റെ അർത്ഥവുമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന്. ഈ സാഹചര്യത്തിൽ വിശ്വാസം നിലനിർത്തിക്കൊണ്ടും സ്വകാര്യ സ്വത്തിനെ നിരാകരിക്കാതെയും എപ്രകാരം അന്തസ്സോടെ തൊഴിലിടങ്ങളിൽ ആയിരിക്കാമെന്നും ചാക്രിക ലേഖനം പഠിപ്പിക്കുന്നു. വിവിധ സാമൂഹിക പ്രശ്നങ്ങളും ചാക്രിക ലേഖനത്തിന്റെ രചനയ്ക്ക് പശ്ചാത്തലമായി. സാമൂഹിക നീതിയുടെ ഉന്മൂലനം, തൊഴിലാളികളുടെ അവകാശ ലംഘനങ്ങൾ, മനുഷ്യാന്തസ്സിനെ ഹനിക്കുന്ന ശൈലികൾ എന്നിവയാണത്. സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ സഭയുടെ സാമൂഹിക സിദ്ധാന്തത്തിന്റെ പ്രതിഫലനമാണ് ഈ ചാക്രിക ലേഖനം. ദ്രുതഗതിയിലുള്ള വ്യാവസായിക സാങ്കേതിക വികസനം, തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ബന്ധം, വർദ്ധിച്ചുവരുന്ന ദാരിദ്ര്യത്തിനിടയിലും ഏതാനും ചിലരുടെ കൈകളിൽ സമ്പത്തിന്റെ അതിരുകടന്ന കേന്ദ്രീകരണം, തൊഴിലാളികളുടെ കൂട്ടായ അവബോധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ചില തലങ്ങളിലുണ്ടായ ധാർമ്മിക തകർച്ച എന്നിവ ചാക്രിക ലേഖനം എടുത്തു കാണിക്കുന്നു. സാമൂഹികവും സാമ്പത്തികവുമായ കാര്യങ്ങളിൽ സഭയുടെ പങ്ക് ആധുനിക ഘട്ടത്തിൽ സാമൂഹിക ചാക്രിക ലേഖനങ്ങളുടെ പാരമ്പര്യം ആരംഭിക്കുന്നത് റേരും നൊവാരും പ്രസിദ്ധീകരിക്കുന്നതിലൂടെയാണ്. ഒരു വശത്ത് 2ാം വ്യാവസായിക വിപ്ലവത്തിന് തയ്യാറെടുക്കുകയും മറുവശത്ത് മാർക്സിസ്റ്റ് ചിന്ത പ്രചരിക്കുകയും ചെയ്ത ഒരു ചരിത്ര കാലഘട്ടത്തിൽ തൊഴിലാളികളെ വെറും വസ്തുക്കളായി മാത്രം കരുതുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ലയോ 13 പാപ്പ ശക്തമായ ഭാഷയിൽ പാവപ്പെട്ടവരുടെ ശബ്ദമായി. തൊഴിലിന്റെ ലോകം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുമ്പോഴും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന് സുപ്രധാന രേഖ അടിവരയിടുന്നു. വികാരങ്ങളെ പ്രത്യേകമായി ഉണർത്തുന്ന പ്രത്യയശാസ്ത്രങ്ങൾ എന്നും സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ. എന്നാൽ ലയോ 13 പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ അടിവരയിടുന്നത് ദരിദ്രരായ ആളുകൾക്കിടയിൽ സമ്പന്നരോടുള്ള വിദ്വേഷം ഇളക്കിവിടുകയും
വ്യക്തിപരമായ സമ്പത്ത് നിരാകരിച്ച് എല്ലാം പൊതുസ്വത്താക്കി മാറ്റുവാനുള്ള പരിശ്രമങ്ങൾ മുൻനിർത്തുകയും ചെയ്യുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല എന്ന സത്യം തിരിച്ചറിയണം എന്നുള്ളതാണ്. എന്നാൽ ഈ രീതിയിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് പകരം തൊഴിലാളികൾക്ക് തന്നെ ദോഷം വരുത്തുന്നു. അതിനാൽ തൊഴിലാളികൾ തങ്ങളുടെ ജോലിയിലൂടെ യഥാർത്ഥവും പൂർണ്ണവുമായ അവകാശം നേടിയെടുക്കുവാൻ സാധിക്കണം എന്നുള്ളതാണ് പാപ്പ മുൻപോട്ട് വയ്ക്കുന്ന ആശയം. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ സ്വയാവബോധത്തിന്റെയും ആത്മാവിഷ്കാരത്തിന്റെയും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മറ്റു മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ബുദ്ധിയുടെയും വൈഭവത്തിന്റെയും വിവേചന ശക്തിയുടെയും മഹത്തായ പദവിയിൽ ചരിക്കുവാൻ സോഷ്യലിസം മനുഷ്യനെ അനുവദിക്കുന്നില്ല. അതിനാൽ വ്യക്തിപരമായ സ്വത്ത് മനുഷ്യജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതും അതിൽ അവൻ സ്വയം ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നതിനും മറ്റുള്ളവരുമായി ചേർന്ന് സമൂഹ നിർമ്മിതിയിൽ ഭാഗഭാക്കാകേണ്ടതിന്റെ ആവശ്യകത ലയോ 13 പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ അടിവരയിടുന്നു. അതിനാൽ സ്വകാര്യ സ്വത്ത് ഒരു സ്വാഭാവിക അവകാശമാണെന്നാണ് പാപ്പ പറഞ്ഞു വെക്കുന്നത്. നിത്യനിയമത്തിനും ദൈവത്തിന്റെ സാർവത്രിക കരുതലിനും കീഴിലുള്ള മനുഷ്യൻ സ്വയം കരുതലിനായി സ്വത്ത് കൈവശം വെക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ അടിവരയിട്ട് പറയുന്നു. മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും ഉപയോഗത്തിനും ആസ്വാദനത്തിനുമായി ദൈവം ഭൂമിയെ നൽകിയെന്ന വസ്തുത ഒരു തരത്തിലും സ്വകാര്യ സ്വത്തിന്റെ അവകാശത്തെ എതിർക്കുന്നില്ല. കാരണം അവൻ ആ സമ്മാനം എല്ലാവർക്കും നൽകിയത് ഓരോരുത്തർക്കും അവരുടേതായ വൈഭവത്തിൽ സമൂഹത്തിന്റെ നന്മയ്ക്ക് യോജിച്ച വിധം പ്രയോജനം ഉളവാക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ മനുഷ്യൻ തന്റെ വ്യക്തിത്വത്തിന്റെ മുദ്ര പതിച്ചിരിക്കുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ലയോ 13 പാപ്പ ഉപസംഹരിക്കുന്നത്.